നമസ്കാരം സർ. നമസ്കാരം. സർ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ICUയിലാണെന്ന് പ്രതിപക്ഷം വാദിക്കുമ്പോൾ ഭരണപക്ഷം പറയുന്നത് നിങ്ങൾ ഇത്ര നാൾ എന്ത് ചെയ്തു എന്നുള്ളൊരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ആരോഗ്യ മേഖലയിൽ ഒരു പരാജയം സംഭവിച്ചിട്ടില്ലേ? തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. പ്രതിപക്ഷം അത് പറയാൻ ബാധ്യസ്ഥര. കാരണം ഇച്ഛാഭംഗം മനുഷ്യനെ കൊണ്ട് എന്തും പറയിക്കും. എന്തായിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന 2016 വരെയുള്ള കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ സ്ഥിതി? PH സെൻ്ററുകളെല്ലാം അടച്ചുപൂട്ടപ്പെട്ട നിലയായിരുന്നു. ചില PH സെൻ്ററുകളിലൊക്കെ ഡോക്ടർ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, മരുന്നില്ല. താലൂക്ക് ആശുപത്രികളിൽ ഡോക്ടറില്ല, മരുന്നില്ല, ലാബറട്ടറി ഇല്ല, എക്സ്റേ ഇല്ല. നമ്മൾ അനുഭവിച്ച കാര്യം 9 വർഷം മുമ്പ് കേരളം കണ്ട് മാറിപ്പോയത് അങ്ങ് അവഗണിക്കാൻ പറ്റുന്ന വലിയ ചരിത്ര കാര്യമൊന്നുമല്ല, സമീപകാലത്തുണ്ടായതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ആർദ്രം പദ്ധതി എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. എങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല മാറിയതെന്നുള്ളതിന് നമ്മുടെ കൺമുമ്പിലല്ലേ ഉദാഹരണങ്ങൾ. ഏത് മേഖലയിലാണ് പോരായ്മ ഉണ്ടായിട്ടുള്ളത്? കേരളത്തിലെ PHCകളെല്ലാം ഫാമിലി ഹെൽത്ത് സെൻ്ററുകളോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളോ ആയി മാറി. എല്ലാ PHCകളിലും ഒന്നിലേറെ ഡോക്ടർമാർ, ഒരു ഡോക്ടർ നേരത്തെ ഉണ്ടായിരുന്നില്ല, ഒന്നിലേറെ ഡോക്ടർമാർ, ചിലയിടത്ത് 4 വരെയുണ്ട്. ലാബറട്ടറി ഉണ്ട്, അതേപോലെ തന്നെ മരുന്നുണ്ട്. ഒരിടത്ത് മരുന്നില്ല എന്നൊരു ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹെൽത്ത് സെൻ്ററിൽ പറയാറുണ്ടോ? ഞാൻ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ്. അവിടുത്തെ PH സെൻ്റർ ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി. ഏതാണ്ട് 1000-നടുത്ത ആളുകളാണ് അവിടുത്തെ OP സൗകര്യം അനുഭവിക്കാൻ വരുന്നത്. ചെറിയ കാര്യമാണോ? ഇനി കേരളത്തിലെ അലോപ്പതി രംഗം മാത്രമാണോ? ആയുർവേദ ആശുപത്രി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലേഹ്യം, അരിഷ്ടം, എല്ലാ മരുന്നുകളും പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ആയുർവേദ ആശുപത്രികൾ മാറിയത്, കേരളത്തിലെ പഞ്ചായത്തുകളിലെ ഹോമിയോ ആശുപത്രികൾ മാറിയത്, ഇനി സിദ്ധമർമ്മ ആശുപത്രി, എല്ലാ മേഖലയിലും ഒരുപോലെ. ഇനി മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, കേരളത്തിൽ കിഫ്ബി എന്നൊരു പുതിയ സംവിധാനത്തിലൂടെയാണ് കേരളത്തിൻ്റെ തകർന്നു കിടന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഗവൺമെൻറ് പദ്ധതി കൊണ്ടുവന്നത്. ആ കിഫ്ബിയിലൂടെ ആരോഗ്യ മേഖലയിൽ മാത്രം 6670 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കേരളത്തിൽ വന്നത്. കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾക്കെല്ലാം മികച്ച കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ, അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ മാറ്റം. PHCകളുടെ കെട്ടിടങ്ങൾ, FHCകളുടെ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ കെട്ടിടങ്ങൾ, മെഡിക്കൽ കോളേജുകൾ. ഇപ്പോൾ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ വലിയ കൂറ്റൻ കെട്ടിടങ്ങളില്ലേ പണിഞ്ഞു വരുന്നത്? ഏത് സ്ഥലത്താണ് ഇല്ലാത്തത്? അപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം. നേരത്തെ ആണെങ്കിൽ 8 കോടി ആളുകൾ ആശുപത്രിയുടെ, സർക്കാർ ആശുപത്രിയുടെ ഒരു വർഷം സേവനം സ്വീകരിച്ചതാണെങ്കിൽ അത് ഇന്ന് 13 മുതൽ 16 കോടി വരെ ആളുകൾ ഉപയോഗിക്കുന്ന ആശുപത്രികളായി മാറി. നമ്മളിപ്പോൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാമല്ലോ, പുനലൂർ താലൂക്ക് ആശുപത്രി കണ്ട ഒരു 5-നക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്നില്ലേ? കേരളത്തിലെ എല്ലാ താലൂക്കിലെ ആശുപത്രികളൊന്ന് പോയി കണ്ടു നോക്കണം. ജില്ലാ ആശുപത്രികൾ കാണണം. സൗകര്യങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നപ്പോഴല്ലേ എല്ലാ ജില്ലയിലും ഒരു ഹൃദ്രോഗ ചികിത്സ. മറ്റേത് ലക്ഷക്കണക്കിന് രൂപ പ്രൈവറ്റ് ആശുപത്രിക്കാരന് കൊടുത്ത് ആ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ജീവൻ രക്ഷിക്കാൻ പെടാപ്പാട് അതിന് സാധ്യതയില്ലാത്ത പാവങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ പോയി വേദന സംഹാരി ഗുളിക കഴിച്ച് ജീവൻ കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാ ജില്ലയിലും കാത്ത് അടക്കമുള്ള ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ. അത് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അതിനു മുമ്പ് VS അച്യുതാനന്ദ ഗവൺമെൻറ്റിൽ PK ശ്രീമതി മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിൽ. അത് പക്ഷേ അതിനുശേഷം വന്ന UDF ഗവൺമെൻറ് അത് തകർത്ത് താഴെ കളഞ്ഞു. VS ശിവകുമാർ എന്ന ആരോഗ്യമന്ത്രിയെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം എന്തായിരുന്നു സ്ഥിതി? മരുന്നിന് കാശില്ല, ആശുപത്രിയിലെ കെട്ടിടങ്ങൾ എല്ലാം പോയില്ലേ? അതേസമയം അദ്ദേഹം 800 ചില്ലുവാനം കോടി രൂപയുടെ സ്വകാര്യ സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കേസിൽ കോടതി കയറി അടക്കുക. കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷ മുന്നണി മന്ത്രിമാർക്കെതിരെ അത്ര ഒരു ചെറിയ ആരോപണം ഉണ്ടായോ? എന്താ കിട്ടിയ ഫണ്ട് മുഴുവൻ കേരളത്തിലെ ആരോഗ്യ മേഖലയെ പാവപ്പെട്ടവൻ്റെ ജീവൻ നിലനിർത്തേണ്ട ചികിത്സാ കേന്ദ്രങ്ങൾ എന്ന തരത്തിൽ അവിടെ ചെലവഴിച്ചു. ഇപ്പോൾ എന്താ സ്ഥിതി? ഈ 6000 ചില്ലുവാനം കോടി രൂപ കിഫ്ബിയിലൂടെ ചെലവഴിച്ചപ്പോൾ ഇപ്പോൾ വീണ ജോർജിനെതിരെ പ്രത്യേകമായി നടക്കുന്ന ആക്രമണങ്ങളുടെ പിന്നിൽ വീണ ജോർജ് ജയിച്ച മണ്ഡലം BJP A+ കാറ്റഗറി പറഞ്ഞ മണ്ഡലത്തിലാണ്. A+ കാറ്റഗറിയായി പ്രഖ്യാപിച്ച് അവർ ജയിക്കുന്ന മണ്ഡലത്തിലാണ് വീണ ജോർജ് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായി അവർ 7000 ചില്ലുവാനം വോട്ടിന് ജയിച്ചു.
രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വീണ ജോർജിനെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വന്നു BJPയും UDF എല്ലാം. അവരെ വീണ്ടും ആ 7000 എന്നുള്ളത് 21,000 ആക്കി മാറ്റി. അവരുടെ ഈ 6000 ചില്ലുവാനം കോടി രൂപ പിന്നെ കേരളത്തിലാകെ കിഫ്ബിയിലൂടെ ചെലവഴിച്ചതിൽ 961 കോടി രൂപയും പത്തനംതിട്ട ജില്ലയിലാണ് ചെലവഴിച്ചേക്കുന്നത്. കാരണം അതുവരെ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ആരോഗ്യ മേഖലയായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ. മാറ്റം ചെറുതാണോ? നമ്മൾ ഈ വികസന പരിപാടികളെല്ലാം ആരോഗ്യ മേഖലയിൽ പറയുമ്പോഴും എടുത്തു കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരത്തി വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വിമർശനങ്ങൾ ഉയരുന്ന പല കാര്യങ്ങളും നമ്മുടെ കൺമുൻപിലുണ്ട്. ഇതൊന്നും നമുക്ക് അല്ല എന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം ഉൾപ്പെടെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മെൻസ് ഹോസ്റ്റലിൻ്റെ ദുരിത അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികൾ കിടന്നുറങ്ങുന്ന മുറി ഉൾപ്പെടെ ഇതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അവിടെയൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മളൊക്കെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം, അതായത് എനിക്ക് തോന്നുന്നു ഭരണകാലത്തുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിലവിൽ ഇപ്പോഴും ഉണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടായിക്കൂടാ എന്നുള്ളതില്ല. അപ്പോൾ നമ്മൾ വികസനങ്ങൾ പറയുമ്പോഴും ചില പരാജയങ്ങൾ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തന്നെയല്ലേ മന്ത്രി ഇപ്പോൾ? അല്ല, ഞാനൊരു സംശയം. കേരളത്തിലെ ആരോഗ്യ മേഖല 2016 പിണറായി വിജയൻ വന്നതിന് ശേഷം ഉണ്ടായതല്ല. അതിനു മുന്നേ 1957 EMS ഗവൺമെൻറ് കാലത്തുണ്ടായത്. അതിന് മുമ്പേ ഉള്ള രാജഭരണകാലം മുതൽ പറഞ്ഞല്ലോ. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് പിണറായി വിജയൻ ഗവൺമെൻറ് ഇതെല്ലാം അങ്ങ് പരിഷ്കരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതല്ല. ഞാൻ അത് കേട്ടോണം. 10 വർഷത്തെ ഭരണത്തിലാണ് കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവുന്നു. എല്ലാ ജില്ലാ ആശുപത്രികളും അതാണ്. ഈ 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകൾക്ക് ഇല്ലാത്തൊരു ഉത്തരവാദിത്വം ഇവിടെ ഈ ഗവൺമെന്റ് ഏറ്റെടുത്തു. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഒറ്റയടിക്കൊക്കെ മാറ്റാൻ പറ്റും. കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്താ പറ്റിയത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ പറ്റിയത് 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അബാൻഡൻഡ് എന്ന് പറഞ്ഞ് മാറ്റിയിട്ട കെട്ടിടം. അന്ന് 2013 ശേഷം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോഗ്യമന്ത്രിയായിരുന്നു. 2016 വരെ ഉണ്ടായിരുന്നു. പൊളിച്ചില്ലല്ലോ. ഇപ്പം കിടന്ന് കണ്ണീര് പൊഴിക്കുമ്പോൾ അതേസമയം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അതിലെ രോഗികളെ പൂർണ്ണമായി മാറ്റി. ഇത് ഉപയോഗിക്കരുത് പറഞ്ഞു അവിടെ മാറ്റിയിട്ടിരുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ എവിടെ ആയാലും ഒരു കെട്ടിടം, ഇപ്പോൾ പ്രധാന കെട്ടിടത്തിൽ കുളിമുറിയിലൊക്കെ തിരക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ? ഞാനത് പറഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ? ഒരു ബെഡിൽ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. അതിന്റെ ഇപ്പുറം തറയിൽ ആളുകൾ കിടക്കുക. ഇതറിയോ? ഈ പൊതു ചികിത്സ, ഞാൻ ചോദിച്ചോട്ടെ, പൊതു ചികിത്സാ സംവിധാനം കേരളത്തിലെ മികച്ചതായതുകൊണ്ട് അത് ഉപയോഗിക്കാൻ ആളുകൾ പോയി കിടക്കുക. അവിടെ സൗകര്യങ്ങൾ അതുപോലെ ഒരുക്കി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലുള്ള ഫണ്ട് തരുന്നില്ല. ആ സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലും ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇത്രയും ചെയ്യുകയാണ് ഈ ഗവൺമെന്റ്. ഇപ്പം പറഞ്ഞില്ല, ഒരു ബെഡിൽ തന്നെ 2 പേര് നിൽക്കും. ഞാൻ 1985 ജനിച്ചാണ്. 90 കാലഘട്ടം മുതൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഞാൻ പോകുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ അന്നും ഒരു ബെഡിൽ 2 പേര്. പക്ഷേ ഞാൻ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് 2 ആഴ്ച മുമ്പ് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു ബന്ധുവുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിരുന്നു, അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട്. ഇതിനേക്കാളും വലിയൊരു ദുരന്തമാണ് ഞാൻ കണ്ടത്. ഒരു ബെഡിൽ 2 പേര് തലചായ്ച്ച് കിടന്നു വരുന്നുവെങ്കിൽ എൻ്റെ ബന്ധു കിടന്നത് കട്ടിലിൻ്റെ അടിയിലാണ്. അപ്പം പഴയ ആ ഒരു 80 കാലഘട്ടത്തിനേക്കാളും നമുക്ക് പുരോഗമനമല്ല അവിടെ ഉണ്ടായത്. ഈ ഒരു നേർക്കാഴ്ച ഞാൻ കാണുന്നത് എൻ്റെ ഒരു ജീവിതത്തിലൂടെ ഞാൻ കാണുന്നത് ബാക്കിലോട്ടാണ് നമ്മൾ കാണുന്നത്. 80 കാലഘട്ടത്തിലെ ജനസംഖ്യയല്ല ഇന്നുള്ളത്. 80 കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിത നിലവാരമല്ല ഇന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു പിടി ആളുകൾ ഈ രാജ്യത്തെ സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിൻ്റെ സമ്പത്തെല്ലാം പാവപ്പെട്ടവന് ഇത് പിടിച്ചു പറിച്ച് കോർപ്പറേറ്റുകൾ കൊടുക്കുമ്പോൾ ഒട്ടേറെ ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, ആ പറയുന്നത് മറുപടി പറയണം. ആ പടുകുഴിയിലേക്ക് പോകുന്ന ആളുകൾക്കെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ സൗകര്യങ്ങളില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം ആ സൗകര്യങ്ങൾ ഇരട്ടി, മാത്രമല്ല അതിൻ്റെ ഇരട്ടിയാക്കി. ആ ഇരട്ടിയായിട്ടും സൗകര്യങ്ങൾ തികയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി 2 ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം, ഹാരിസ് പറഞ്ഞതിനെ ആരും തെറ്റായി പറയുന്നില്ല. ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി മനുഷ്യൻ സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുമ്പോൾ അവിടത്തേക്ക് ആ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള വിഭവം സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് 57,000 കോടി കൊടുക്കാനുണ്ട്. NHM കേന്ദ്ര പദ്ധതിയാണെങ്കിലും അതിൻ്റെ പൈസ കൊടുക്കാതിരിക്കുന്നു. ഇതൊക്കെ കൂടെ സാമ്പത്തികമായി സർക്കാരിനെ ഞെരുക്കുന്നതിനിടയിലും ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം സ്വാഭാവികമായി ഇപ്പം തന്നെ അഹമ്മദാബാദിലൊരു പാലം പോയി. പണിഞ്ഞു വെച്ച പാലം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ താഴെ വീഴുകയുണ്ടായത്.
ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ആളുകളുടെ പരാമർശം കേട്ട വീണ ജോർജ് അന്ന് രാവിലെ ഒരു കമ്പിപ്പാരയെ കൊണ്ടുപോയി കുത്തിപ്പൊളിച്ചവർ അതിന് മുമ്പേ കമ്പിപ്പാര കൊണ്ട് കുത്തിപ്പൊളിച്ച് കളയായിരുന്നു. അല്ല അത് അല്ല കമ്പി ആ കുത്തിപ്പൊളിച്ച് ഞാൻ പറഞ്ഞ ആ ജീർണിച്ച് നിൽക്കുന്നതെല്ലാം PWD ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെ അത് ചെയ്യാൻ അവർ അബാൻഡൻ എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് അതിന് PWDക്ക് അതിന്റെ നടപടികൾ നടത്താൻ വേണ്ടി കൊടുത്തതാണ്. അല്ലാതെ മന്ത്രിയാണോ അതിനകത്ത് ഉത്തരവാദി? പിന്നെ ജനസംഖ്യാ വർധനവെന്ന് പറഞ്ഞാൽ ഈ ജനസംഖ്യാ വർധന നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ഞാൻ പറഞ്ഞ എന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കും. ഇപ്പോഴല്ല, പണ്ട് മുതലേ ആശ്രയിച്ചിരുന്ന ഇപ്പോൾ വീണ്ടും കൂടുതലാണ്. ഇല്ല, ഇപ്പോൾ വീണ്ടും അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അത് സ്വകാര്യ കേരളത്തിലെ ജനസംഖ്യയുടെ വർധനവ് ഒരേപോലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഒരു ഇടത്തരത്തിന് മുകളിലുള്ളവരെല്ലാം സ്വകാര്യ ആശുപത്രികളിലാണ് പോകുന്നത്. ആ സമയം ഒരു ഇടത്തരത്തിന് താഴെയുള്ള ആളുകൾ കൂടുതൽ ജനസംഖ്യ ഉണ്ട്, അവർ സർക്കാർ ആശുപത്രി വരികയാണ്. അപ്പോൾ അവിടെ വലിയ തിരക്കുണ്ടാവും. ഫെസിലിറ്റി വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷ മുന്നണി. ഞാൻ പറഞ്ഞില്ലേ 6,900 കോടി രൂപ കിഫ്ബിയിലൂടെ ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത കേരളത്തിന്റെ ചരിത്രത്തിലാദ്യം ഈ ഗവൺമെന്റാ, വേറെ ആരും ചെയ്തിട്ടില്ല. അതാണ് ഈ ഗവൺമെന്റിന്റെ വ്യത്യാസം. ഇപ്പോഴും ചെയ്യാൻ സന്നദ്ധമായിരിക്കുക. പോരായ്മകൾ ഉണ്ടാകുമ്പോൾ പോരായ്മയെ മറച്ച് നരേന്ദ്രമോദി അഹമ്മദാബാദിൽ ട്രംപ് വന്നപ്പോൾ ചേരികൾ മതിൽ കെട്ടി മറച്ച പോലല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താ? ഇവിടെ അതിനെ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാനും പരിഷ്കരിക്കാനും ഉള്ള പദ്ധതി തയ്യാറാക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് ഇട്ട് കൊട്ടാതെ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിനെ കൊട്ടുക മാത്രമല്ല, കേന്ദ്രം തരാതിരുന്നിട്ട് ഇവിടുത്തെ പെൻഷൻ മുടക്കാതെ കൊണ്ടുപോകുന്ന ഈ ഗവൺമെന്റിന്റെ വിഭവ സമാഹരണ ശേഷി കൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി 70% നികുതി വരവ് ഉണ്ടാക്കിയ കേരളത്തിലെ നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തോ? സർ മറ്റൊരു കാര്യം പറയട്ടെ, അല്ല ഇതോടൊന്ന് പറഞ്ഞേ, 70%-ലേറെ നികുതി സമാഹരണം നടത്തിയ കേരളത്തിലെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പിന്റെയും ശേഷിയെപ്പറ്റി ഒരു മാധ്യമം ചർച്ച ചെയ്തോ? കേരളത്തിൽ ഇത്രയും ശേഷിയുള്ള വ്യക്തികളാണ് വീണ്ടും പറയുന്നത് കടത്തിലാണ്. ഇത് ആരുടെയെങ്കിലും ഔദാര്യമാണോ? കേരളത്തിന് നികുതി ഇനത്തിൽ കേരളം കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്ന, കേരളത്തിലെ മനുഷ്യൻ കൊടുക്കുന്നതിന് നമ്മുടെ ന്യായമായ വിഹിതം, ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് കിട്ടേണ്ട ന്യായമായ വിഹിതം നിഷേധിക്കുന്ന രാഷ്ട്രീയമായ അവഗണനയെ ചോദ്യം ചെയ്യാതിരിക്കാനേ കഴിയില്ല. അത് നമ്മൾ കേന്ദ്രത്തോടെ കെഞ്ചുവാണോ? അവകാശമാണ്. ആ അവകാശം തരാൻ അവർ ബാധ്യസ്ഥരാണ്. അത് നമ്മളാരും മിണ്ടുന്നില്ല. അവിടെ നമ്മുടെ പക്ഷപാതമാണ് വരുന്നത്. പക്ഷേ ഈ കടക്കണിയിലും ഇന്ന് അറിഞ്ഞ ഒരു വാർത്ത, 45 ലക്ഷം രൂപ ചെലവാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥർ, കഴിഞ്ഞ വർഷം ഇത്തരത്തിലൊരു ഇതുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് വൻകിട ഒരു ഹോട്ടലിൽ അവർ ഇത് സംഘടിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത. പക്ഷേ ഇതിനൊക്കെ നമുക്ക് പണമുണ്ട്. പക്ഷെ ആരോഗ്യ മേഖല ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിശീലനം അത് ഈ 45 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് ഈ എക്സാജറേറ്റ് ചെയ്യാതെ പരിശീലനത്തിന് ചിലവാകും കാര്യങ്ങൾ. പഴയ കാലത്തെ പരിശീലന രീതിയല്ല, ആധുനിക യന്ത്ര സാമഗ്രികളുടെയും ഒക്കെ ആയിക്കോട്ടെ. അല്ല, 45 ലക്ഷം വെച്ച് ഒരു പരിശീലനം എന്നൊക്കെ പറഞ്ഞ വലിയൊരു അപരാധമായിട്ടൊന്നും ചിത്രീകരിക്കണ്ട. കാരണം കാലം മാറി, ആ മാറ്റത്തിനനുസരിച്ച് പരിശീലന സംവിധാനങ്ങളിൽ മാറ്റം വരും. അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രധാനമന്ത്രി 9,000 കോടി രൂപ വിമാനയാത്രയ്ക്ക് എടുത്ത രാജ്യമായി ഈ രാജ്യം. ഈ രാജ്യത്ത് ദരിദ്ര ജനകോടികൾ കോടിക്കണക്കിന് പട്ടിണി കിടക്കുമ്പോൾ എന്താ മറുപടി പറയാനുണ്ട്? ഇതൊക്കെ നമ്മുടെ കേരളം അങ്ങനെയൊക്കെ ചെലവ് ചുരുക്കലിൽ ഇത്രയും മാതൃക കാണിക്കുന്ന ഒരു സംസ്ഥാനം വേറെ. അതാരാ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും ഭരണപരമായ ചെലവ് കുറച്ച സംസ്ഥാനം കേരളമാണ്. ഏതായാലും ഭരണവും പ്രതിപക്ഷവും ഒക്കെ ഇങ്ങനെ വാക്പോരുകൾ നടക്കുമ്പോൾ നല്ലൊരു ആരോഗ്യ കേരളം സൃഷ്ടിക്കാൻ ഇനിയും സാധിക്കട്ടെ. നല്ല ആരോഗ്യ കേരളം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ രൂപപ്പെടുന്നത്. അത് കുറച്ചുകൂടെ കാത്തിരിക്കുക, പൂർണ്ണമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.